നൊമ്പരമേറ്റും നിൻ തിരുനാമം എന്നും ഘോഷിക്കാൻ. നിൻ തിരുകൃപകൾ തൂകി നയിക്കും നിന്നുടെ പ്രേക്ഷിതരേ. ആപത്തുകളിൽ അടിപതരാതെ ലോകത്തിനുമേൽ വിജയം നേടും നിന്നോടൊന്നാകാൻ, നിന്നെ പിന്തുടരാൻ. നൊമ്പരമേറ്റും നിൻ തിരുനാമം എന്നും ഘോഷിക്കാൻ. യെശയ്യ 57:19. സമാധാനം, ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം. കർത്താവ് വിളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും, നിന്നെ ഞാൻ സുഖപ്പെടുത്തും. രോഗം ബാധിച്ച് നിരാശയിലായി മനസ്സു തകർന്ന് മനസ്സമാധാനം നഷ്ടപ്പെട്ട് ഉറക്കമില്ലാതെ വിഷമിക്കുന്നവർ, ഹൃദയത്തിൽ സമാധാനം നഷ്ടപ്പെട്ട രോഗികളെ കർത്താവായ യേശുവേ ഇപ്പോൾ ഒന്ന് സ്പർശിക്കണമേ. നമുക്ക് കർത്താവ് ചെയ്ത വലിയ ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യം, ഹൃദയസ്പർശിയായ ഒരു സാക്ഷ്യം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്കിപ്പോൾ ഒരു ഹൃദയസ്പർശിയായ ഒരു സാക്ഷ്യം കേൾക്കാം. ആൽബർട്ടിന് വരും. ഈ മകൻ്റെ വീട് ആലപ്പുഴയാണ്. ഈ മകൻ്റെ ശരീരം മുഴുവൻ സോറിയാസിസ് രോഗത്താൽ നിറഞ്ഞ 2 വയസ്സ് തുടങ്ങി ശരീരമൊക്കെ പൊട്ടി കീറി അഴുകിയ അവസ്ഥയിലായിരുന്നു. എൻ്റെ ധ്യാനത്തിൽ ഈ മകന് 6 ധ്യാനത്തോളം അടുപ്പിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഷാർജയിൽ വർക്ക് ചെയ്യുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഈ മകനെ കർത്താവ് സൗഖ്യമാക്കിയ ഹൃദയസ്പർശിയായ സാക്ഷ്യങ്ങൾ. ഇപ്പോൾ അവധിക്ക് ഷാർജയിൽ നിന്ന് വന്നതാണ്. കൊച്ചിയിൽ കൺവെൻഷൻ എത്തുമ്പോൾ ഇവരെല്ലാവരും സഹോദരങ്ങളെല്ലാവരുടെ കൊച്ചിയിൽ വന്നിരുന്നു. അവിടെ 10,000 മുൻപിൽ സാക്ഷ്യം പങ്കുവെച്ചു. നിങ്ങളുടെ ഹൃദയത്തെ തൊടുന്ന ഈ സാക്ഷ്യം നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ആൽബർട്ട്. ഞാൻ ആലപ്പുഴയിൽ കാട്ടൂർ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. 2011 ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ ആദ്യമായി സബബ്രദറിൻ്റെ ധ്യാനം കൂടുന്നത്. എനിക്ക് ജനിച്ച് 3-ാം മാസം മുതൽ അലർജി തുടങ്ങി. ഇങ്ങനെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 3-ാം മാസം മുതൽ മരുന്നും കാര്യങ്ങളും ആയിട്ട് ആയിരുന്നു ജീവിതം. സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർമാർ മരുന്ന് ഏൽപ്പിച്ചിട്ടാണ് എൻ്റെ അച്ഛൻ പോന്നുകൊണ്ടിരുന്നത്. അതുപോലെ ഭക്ഷണക്രമം പോലെ മരുന്ന് കഴിക്കുവാനും മരുന്ന് പുരട്ടുവാനും ഒക്കെ ആയിട്ട് അങ്ങനെ കുഞ്ഞുനാൾ മുതലേ മരുന്ന് തന്നെയായിരുന്നു. മരുന്നൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. മരുന്ന് കഴിച്ച് എൻ്റെ പല്ലുകളൊക്കെ പൊടിഞ്ഞ് വരുന്നൊരവസ്ഥ വരെ ഉണ്ടായിരുന്നു. ഇങ്ങനെ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ടിട്ട് 8ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ അച്ഛൻ മരിച്ചു. അങ്ങനെ ഒരു 10ാം ക്ലാസ് ആയപ്പോൾ ഞാൻ കറുത്ത് ഒരു കരിക്കട്ട പോലെ ഒരു തെങ്ങിൻ്റെ വേര് പോലെ ഇങ്ങനെ ശരീരം ആയി. അങ്ങനെ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു. ഒരു +2 തുടങ്ങുന്നതിന് മുന്നേ ശരീരമാസകലം, അതായത് മുഖത്ത് കൂടുതലായിട്ടും പൊട്ടി. ഈ പൊട്ടുക എന്ന് പറഞ്ഞാൽ പുരികം വരെ പോയിട്ടുള്ളൊരവസ്ഥയായിരുന്നു. കണ്ണിൻ്റെ പോള വരെ പൊട്ടി പൊട്ടിയിട്ട് ഞാൻ കിടന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബെഡ്ഷീറ്റ് എൻ്റെ കൂടെ പോരും. കാര്യം രാത്രിയുടെ എപ്പോഴോ ഒന്ന് ഉറങ്ങും. ആ വേദനയുടെ ഇടയിൽ എപ്പോഴോ ഉറങ്ങിക്കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കും. പഴുപ്പിൽ ഒട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കും. അത് കഴുകി ഒരുവിധം വെള്ളമൊക്കെ തൊട്ട് പറിച്ചെടുത്തിട്ട് മുഖം കഴുകാൻ തന്നെ മണിക്കൂറുകളെടുക്കും. നീറി മുഖം കഴുകി അങ്ങനെ വീണ്ടും മരുന്നുകൾ തേച്ച് അങ്ങനെ ഇരുന്നൊരു കാലം. അങ്ങനെ ഏകദേശം എല്ലാ തരം ചികിത്സകളും ചെയ്തു. അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം, ഇമ്മ്യൂണോതെറാപ്പി, പ്രാണിക് ഹീലിംഗ്, പിന്നെ സിദ്ധവൈദ്യം, നാട്ടുചികിത്സ, ലാട ചികിത്സ, അങ്ങനെ ഒരുപാട് എല്ലാ മേഖലകളും എല്ലാ ചികിത്സകളും ചെയ്തു. ഒന്നിനും ഫലമുണ്ടായില്ല.
അങ്ങനെ 2009 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതെ വീട്ടിൽ തന്നെയായി. വീട്ടിൽ ഒരു മുറിക്കകത്ത് തന്നെ ആയെന്ന് പറയാം. ഇതിപ്പോൾ ഒരു സാമ്പിൾ മാത്രമാണ് ആ ഫോട്ടോസ്. കാര്യം ഇതിലും ഭീകരമായിരുന്നു എൻ്റെ അവസ്ഥ. ഇത് ധ്യാനം കൂടി കഴിഞ്ഞിട്ട് ഉണങ്ങിയിട്ടുള്ള ഫോട്ടോസാണത്. അത് തൊലിയൊക്കെ ഉണങ്ങിക്കഴിഞ്ഞുള്ള ഫോട്ടോസാണ്. ഇതിന് മുന്നേ പൊട്ടിയിരിക്കുമ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാനുള്ള ധൈര്യമൊന്നും ഇല്ലായിരുന്നു. ഇത് സൗഖ്യപ്പെടും, ഈ ധ്യാനം കൂടി സൗഖ്യപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തിന് വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഫോട്ടോസ് എടുത്തത്. അങ്ങനെ ജീവിതം മൊത്തത്തിലൊരു മടുപ്പായിരുന്നു, നിരാശയായിരുന്നു, അപകർഷതയായിരുന്നു. വീട്ടിലാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഫ്രണ്ടിലോട്ടൊന്നും വരില്ല. കാര്യം ആൾക്കാരുടെ മുന്നിൽ ചെല്ലാൻ എനിക്ക് മടിയായിരുന്നു. ആരുടെ മുന്നിൽ ഞാൻ ചെല്ലില്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷം വൈദ്യർ പിന്നെയും നോക്കിയിട്ട് പറഞ്ഞു, ഞാനും ചേട്ടനും കൂടെ അന്ന് മരുന്ന് വാങ്ങിക്കാൻ ചെന്നേ. അന്ന് പറഞ്ഞു, മോനെ ഈ അസുഖം സുഖപ്പെടില്ല, ഇത് സൗഖ്യപ്പെടുത്താൻ എന്നെക്കൊണ്ട് കഴിയില്ല, ഇത് ജീവിതാവസാനം വരെ നിൻ്റെ കൂടെ തന്നെ കാണും. 2011 ഫെബ്രുവരി 27 അങ്ങനെ വന്നു. ഏകദേശം എല്ലാവരും തീരുന്നത് വരെ, ഏകദേശം എല്ലാവരും കഴിയുന്നത് വരെ ഞാൻ ഒരു സൈഡിലോട്ട് മാറി നിന്നു. ഏതാണ്ട് അവസാനത്തെ ആളായിട്ട് ഞാൻ ബ്രദറിൻ്റെ മുന്നിൽ ചെന്നു. ഒരുപാട് രാത്രിയായിരുന്നു. അപ്പോൾ ബ്രദർ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇങ്ങനെ എന്നിട്ട് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ബ്രദർ കൈയെടുത്തിട്ട് പറഞ്ഞു, ഈശോ തൊട്ടിട്ടുണ്ട്, മോൻ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടും. ശരീരമൊക്കെ ക്ലിയറായി. ഇവിടെ വന്നുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ അപേക്ഷിക്കാത്ത ഒരു ജോലിയിൽ, ഒരു വലിയ കമ്പനിയിൽ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുകയാണ്. ഞാനും 2011 ശേഷം ഇതുവരെയും മരുന്ന് കഴിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു അടച്ചിട്ട മുറിയിൽ ഒടുങ്ങുമായിരുന്ന എൻ്റെ ജീവിതം ഈശോയുടെ കരുണയാൽ, പാപിയായ എൻ്റെ ജീവിതം ഈശോയുടെ കരുണയാൽ, സ്നേഹത്തിൽ അവിടുന്ന് എന്നെ കൈപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് സൗഖ്യപ്പെടുത്തി, ഒരു ജീവിതം തന്ന്, ജോലി തന്ന്, ഇപ്പം ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിർത്തിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ പല വിധത്തിലാണ് സഹനങ്ങൾ ഉണ്ടാകുന്നത്. രോഗമാകാം, സാമ്പത്തിക തകർച്ച, മക്കളിലെ പല അവസ്ഥയിൽ തകർച്ചകൾ കടന്നു വരിക. ഈ മകൻ അനുഭവിച്ച ഈ രോഗത്തിൻ്റെ പീഡ, അത് ഈ മകന് മാത്രമേ അറിയത്തുള്ളൂ അതിൻ്റെ വിഷമം എത്ര വലുതാണ്. അടച്ചുട്ട മുറിയിൽ തീരേണ്ട ഒരു ജീവിതമാണ്. ശരീരം മുഴുവൻ ആ അവസ്ഥയിലായിരുന്നു. പക്ഷേ കർത്താവ് എത്രയോ കാരുണ്യമാണ്. ഈ മകനെ പൂർണ്ണമായിട്ടും കർത്താവ് സൗഖ്യമാക്കി. ഒരു ഭവനത്തിൽ ഒരു രോഗിയുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ആ രോഗിയിലൂടെ കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ ആ കുടുംബത്തിലേക്ക് ഒഴുക്കുകയാണ്. ഒരു കുടുംബത്തിൽ ഒരാൾ കർത്താവിൻ്റെ സഹനത്തോട് ചേർന്ന് നിശബ്ദമായിട്ട് സഹിക്കാനുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ള എല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയാണ്. സഹനങ്ങളെല്ലാം അനുഗ്രഹമാണ്. എല്ലാ സഹനങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. സഹനങ്ങൾക്ക് ശേഷം വലിയ നന്മ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട്, ഈ മകൻ ഏറ്റുവാങ്ങിയ ആ സഹനങ്ങൾ ഈ മകൻ്റെ കുടുംബത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ട് മാറിയിരിക്കുക. എല്ലാ മേഖലയിലും ഈ മകൻ്റെ കുടുംബത്തെ, സഹോദരങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഈ മകനാണേലും നല്ലൊരു കമ്പനിയിൽ നല്ല ജോലി കിട്ടി, ദൈവമെല്ലാം നൽകി. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ സഹനങ്ങൾ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. രോഗങ്ങൾ ഒരിക്കലും ഒരു ശാപമല്ല. രോഗമുണ്ടാവും, പക്ഷേ കർത്താവ് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്, അവൻ്റെ മുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. ബൈ ദ സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. അവൻ ഏറ്റുവാങ്ങിയ മുറിവ് നിങ്ങളെ സൗഖ്യത്തിലേക്ക് നയിക്കും. യേശയ്യ 53:5 അവൻ്റെ ക്ഷതങ്ങളാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഹിസ് വൂൺസ് യു ഹാവ് ബീൻ ഹീൽഡ്. അവൻ്റെ ക്ഷതങ്ങൾ, അവൻ ഏറ്റുവാങ്ങിയ മുറിവുകൾ, അവൻ്റെ ശരീരം തകർക്കപ്പെട്ടു. അത് എൻ്റെയും നിങ്ങളുടെയും മാനവരാശിയുടെ സൗഖ്യത്തിന് വേണ്ടിയാണ്. ശാരീരിക, ആത്മീയ, മാനസിക തലങ്ങളിൽ കർത്താവിൻ്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. ഈ മകനെ സൗഖ്യമാക്കിയ യേശു നിങ്ങളെയും സൗഖ്യമാക്കും. നിങ്ങളുടെ രോഗം എന്തുമാവട്ടെ, പ്രതിസന്ധികൾ അല്ലെ പ്രശ്നങ്ങൾ എന്തുമാവട്ടെ, അവിടെ കർത്താവിൻ്റെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാവും. യേശുവേ, തീരാ രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. മരണത്തിൻ്റെ പിടിയിലായിരിക്കുന്നവരെ അങ്ങ് ഇപ്പോൾ സൗഖ്യപ്പെടുത്തണമേ. വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികളെ ഇപ്പോൾ അങ്ങ് ആശ്വസിപ്പിക്കണമേ. മരണത്തിൻ്റെ പിടിയിൽ നിന്ന്
തീരാ രോഗികൾ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലാവട്ടെ. മരണത്തിന്റെ ആത്മാവേ രോഗികളെ വിട്ടുമാറുക. സമാധാനം നഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിൽ സമാധാനം നിറയട്ടെ. തീരാ രോഗങ്ങൾ, മാരക രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാവട്ടെ. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. യേശുവേ, ഞങ്ങളുടെ മുറിവേറ്റ കരം രോഗിയുടെ മേൽ വെക്കണമേ. യേശുവേ നന്ദി, യേശുവേ മഹത്വം. ആമേൻ.